Assalamu alaikum. Today I am going to recite Surah Taha, ayah number 62 to 67. Its meaning. أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഫതനാസഉ അംറഹും ബൈനഹും വഅസറു നജ്വാ. അപ്പോൾ അവർ തമ്മിൽ തങ്ങളുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായി. അവർ രഹസ്യമായി ഗൂഢസംസാരം നടത്തുകയും ചെയ്തു. قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى. അവർ പറഞ്ഞു, നിശ്ചയമായും ഇവർ രണ്ടുപേരും ജാലവിദ്യക്കാർ തന്നെയാണ്. ഇവർ തങ്ങളുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാനും നിങ്ങളുടെ മാതൃകാപരമായ മാർഗത്തെ കൊണ്ടുപോകുവാനും നശിപ്പിക്കുവാനും ഉദ്ദേശിക്കുകയാണ്. فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങൾക്ക് ഒത്തൊരുമിച്ച് പൂർണ്ണബലം നൽകുകയും എന്നിട്ട് അണിയായി രംഗത്ത് വരികയും ചെയ്യണം. തീർച്ചയായും മേന്മ നേടുന്നതാരോ അവർ ഇന്ന് വിജയം പ്രാപിക്കുന്നതാണ്. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى. അവർ പറഞ്ഞു, ഹേ മൂസ, ഒന്നുകിൽ നീ ആദ്യം ഇടുക, അല്ലാത്ത പക്ഷം ഞങ്ങൾ ആദ്യം ഇടുന്നവരാകുക. ഏതാണ് വേണ്ടത്? قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇട്ടുകൊള്ളുക. അങ്ങനെ അവർ ഇടുകയും ചെയ്തു. അപ്പോഴേക്കതാ അവരുടെ കയറുകളും വടികളും അവരുടെ ജാലവിദ്യ നിമിത്തം അവ ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നു. فأوجس في نفسه خيفة موسى. അതിനാൽ മൂസാക്ക് തൻ്റെ മനസ്സിൽ ഒരു പേടി അനുഭവപ്പെട്ടു.